ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് മുന്നേ എനിക്ക് ഇൻട്രോ കൊടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു. കുട്ടാടൻ നമ്മൾ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവിട്ടിട്ട് നേരെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുട്ടാൻ്റെ ചേച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കാണാൻ വേണ്ടിയിട്ട് ഏട്ടനും ഞാനും അമ്മയാണ് പോകുന്നത്, പിന്നെ പിള്ളേരും. അടുത്ത് നമുക്ക് പെയിൻറ്റിങ് ഒക്കെ വരച്ച് തീർക്കാനുള്ളത് കൊണ്ട് അടുത്തമ്മ വന്നിട്ടില്ല, അച്ഛനും വന്നിട്ടില്ല, പിന്നെ കുട്ടാനും പോയല്ലോ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകാൻ നോക്കുവാണ്. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങി. ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, ചെറിയ ചില പ്രശ്നങ്ങളിലായിപ്പോയി. അപ്പം അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒന്ന് പിന്നെയും വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. നമ്മൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അറിയാലോ, നല്ല മഴയാണ് നാട്ടിൽ. അപ്പം അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടാൻ്റെ ചേച്ചി ഇങ്ങനെ ഇയർലി വൺസ് വരുന്നതാണ് ഗൾഫിൽ നിന്ന്. അപ്പോൾ വരുമ്പോഴേ പിള്ളേരെല്ലാവരും കൂടെ ഒരുമിച്ച് കാണുള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിള്ളേരെയും കൂട്ടി പോകുന്നത്. പിന്നെ ഏട്ടൻ ബാംഗ്ലൂരായിരുന്നു, ഇപ്പോഴാണ് ഏട്ടൻ വന്നത്. അപ്പോൾ ചേച്ചി വന്ന ടൈമിന് ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടനും കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ അമ്മയൊക്കെ നേരത്തെ കണ്ടിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മ കുട്ടാട്ടൻ വന്നപ്പോൾ കുട്ടാട്ടനും അമ്മയും കൂടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലുള്ള സമയത്ത്. അപ്പോൾ അങ്ങനെ പിള്ളേരെയും കൂട്ടിയിട്ട് അങ്ങ് പോവുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡാണ്, കാരണം കൊല്ലത്തിലൊരിക്കലാണല്ലോ എല്ലാവരും കൂടെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അപ്പോൾ ചേച്ചിക്ക് 2 പിള്ളേരാണ്, പിന്നെ ഏട്ടനും 2 പിള്ളേരാണ്. അപ്പോൾ പിന്നെ അതും എല്ലാവരും കൂടെ 5 ആൾക്കാരുണ്ട് വീട്ടിൽ. അപ്പോൾ ഒരു ഡേ കെയർ തുടങ്ങാനുള്ള ആൾക്കാർ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുള്ളത് അവിടെ പോയിട്ട് അവരെ കാണാമെന്നൊക്കെ ഉള്ളത്. കുറേ സമയം ആദു നിലയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ അതിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷേ എത്താനായപ്പോഴാണ് ഉറങ്ങിയത്. പക്ഷേ അപ്പം തന്നെ എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ മഴ കണ്ടിട്ട് അവനിങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ തൊട്ട് കളിക്കുന്നത്. അപ്പോൾ ഞാനത് ഷോർട്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട്. നമ്മളിപ്പോൾ മയ്യിൽ നിന്ന് നല്ലൂർ കാക്കയങ്ങാട് എത്തണം. ഒരു മണിക്കൂർ, 1 മണിക്കൂറിന് മേലെ എന്തായാലും ട്രാവലിംഗ് ഉണ്ട് അങ്ങോട്ടേക്ക്. പിന്നെ ഇവിടെ നല്ല രസമാണ് ഈ സ്ഥലം എന്ന് പറയാൻ. കുറച്ച് ഉള്ളോട്ടുള്ള നാടൻ പ്രദേശമാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പാട്ട് ഓഫാക്കാം. നമ്മളതേ വണ്ടി അല്ലേ, നമ്മളെ വണ്ടി എല്ലാത്തോണ്ട് കുഴപ്പമില്ല. ആടുമെല്ലാം ഉടങ്ങി. കൊടയുണ്ടേനു സാർ ഇടുന്ന അർത്ഥം പറയാം. മറ്റേ ട്രാൻസിഷൻ വീഡിയോ നിലുങ്ങുവാ എനക്ക് കാണുന്നില്ല. ഋത്തുവിനെ തള്ളുകളാ. ഏട്ടൻ്റെ ഒപ്പം പോയി കളിച്ചോ. TV എടുത്ത് കണ്ടേ, TV ഇതാ പൂപ്പ് വെച്ചിട്ട്. എവിടെ പോന്ന് ചൂച്ചു വയ്ക്കണ? ചൂച്ചു ഡയപ്പർ ഇട്ടില്ലേ? ഡയപ്പർ ഇല്ലെന്ന് കളിക്കുന്നത് പിയാനോ കളിയാ. എടാ ആൻറ്റീൻ്റെ ഡ്രസ്സും പിയാനോ ഒരുപോലെ അല്ലേ? ആൻറ്റീൻ്റെ ഷോളും ഡ്രസ്സും പിയാനോ അല്ലേ? ചൂച്ചുവാൻ ഡയപ്പർ ഉണ്ട്, ഡയപ്പർ ഇട്ടില്ല. ഡയപ്പർ ഇട്ടില്ല, എനിക്ക് ചൂച്ചു വെച്ചോളൂ. എവിടെ പോകുന്നു അത്? കാറോ? ഏട്ടൻ്റെ ഒപ്പം പോയിരുന്ന് കളിച്ചോ. ഏട്ടൻ കളിക്കുന്ന ആടുന്ന് ചേച്ചീൻ്റെ ഒപ്പരാ പോന്നെ. ക്ലോസ് ചെയ്തോ അത് പോവും. ക്ലോസ് ചെയ്തോ. കളിക്കുന്ന കുട്ടിയാന്ന് വെലുമ്പിനോട് പറയട്ടെ. അതുമാണോ കളിക്കുന്നേ? അതരാതു ഏച്ചിയോ
ഓള് തിന്നിനി നില നക്ഷത്രം. ഇങ്ങോട്ട് വാ. അതോ വാതിലടക്കറി ഉയനമീ വാതിലടക്കല്ലേ. ഇങ്ങോട്ട് വാ. ആടാടാ വാടിലടച്ചേ. അതും അമ്മമ്മേനെ എടുക്കച്ചല്ല. അമ്മമ്മ ഒരു ബിസ്ക്കറ്റ് തരുമല്ലോ അതോന്. അമ്മമ്മയെ വിളിക്കേ. ഏട്ട കൊടുത്തു. ഏട്ടാ പോയാ? ഇതോട് പോന്ന്. ആ ഓക്കെ. അടച്ചോ ഇരുന്നോ. അടച്ചോ. കുറച്ചുകൂടി താണിരിക്കി. തല പൊങ്ങുന്നേ. അതൊന്നാ നോക്കുന്നേ. ഏച്ചി കൊടുത്തോ. സിബിട് അങ്ങനെ ആകുന്നില്ല. ഓള് സൈഡിലോട്ടേ ഇരുന്ന്. സാരല്ല പോട്ടെ, അത് മതി. സിബിടണ്ട. നിലയാക്കട്ട്. ഇവിടെ എല്ലാവരും സൈസ് 0 സൈസ് ആയതുകൊണ്ട് നമുക്ക് ഏത് പട്ടിയിലും ഏത് കുപ്പിയിലും കയറാൻ പറ്റും. അതാണ് ഒരു ഗുണം. ഹലോ, അപ്പം നമ്മൾ ഏച്ചീൻ്റെ വീട്ടിലെത്തി. പിള്ളേരെല്ലാം നല്ല കളിയാണ് ഗൈസ്. കളിയാണ്. കുപ്പി കയറാനും പിള്ളേർക്ക് പറ്റും. അതാണ് സൈസിൻ്റെ ഗുണം. അപ്പം നമ്മൾ നല്ല വഴിയല്ലേ. ഇവ ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. ഓരോ അഥവാ മീന് പൊരിക്കാണ്ട് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ കറിയിൽ എടുത്തിട്ട് പൊരിച്ചിട്ട് കൊടുക്കും. ഏച്ചി ഉമ്മ വേണ്ട നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഫ്ലൈങ് കിസ് കൊടുത്ത അതൊരു ഫ്ലൈങ് കിസ് കൊടുക്ക ഏച്ചിക്ക്. ഓക്കെ ബൈ. കേട്ടു ക്ലാസ് ആയിരിക്കുന്നില്ലോ. മഴയാ. ഉച്ചയ്ക്ക് ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. കുട്ടേട്ടൻ അമ്മേൻ്റെ വീട്. ഇവരെ വീട് നമ്മൾ അടുത്തടുത്താണ്. വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ നേരെ പോയത് അമ്മയുടെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. 3 ചേട്ടന്മാരാണ് നമുക്കുള്ളത്. പിന്നെ അമ്മയുടെ ചേച്ചിയുണ്ട്. ഇവരെ വീടൊക്കെ അടുത്തടുത്താണ്. നടക്കേണ്ട ദൂരേ ഉള്ളൂ. പിന്നെ തറവാടും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം 1ാമത്തെ വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇവരെ പ്രായത്തിലുള്ളൊരു കുട്ടിയുണ്ട് അവിടെ. അപ്പോൾ അവർ ഭയങ്കരമായ കളിയായിരുന്നു അവിടെ നിന്ന്. പിന്നെ ലാസ്റ്റ് വരുന്നില്ല എന്നൊക്കെ ബോളൊക്കെ കിട്ടിയിട്ട് ഭയങ്കര കളിയാണ്. അതുകൊണ്ട് പിന്നെ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് അവൻ നല്ല ജോളിയാണ്. അവൻ പിന്നെ റെയറായിട്ടുള്ള ഇങ്ങനെ നാട്ടിലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരെയും കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇനി അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. ഓ കോയിനെ കട്ടിരാതു കോഴി നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്നു. അത് ഭാഗ്യം എന്ന് വിചാരിച്ചു. അമ്മ നോക്കണേ. ആ നോക്കണേ. ഋതു അതോ അല്ല ഇച്ചോ 10 പേരുണ്ട്. ഓ നീ എത്രയോ പറയുന്നത് ഞാൻ കേട്ടു. അറിയില്ല. ഇല്ല നക്ഷത്രം അറിയില്ലടാ. എടാ ഇവിടെ ആരെല്ലാം ഉണ്ട് കേട്ടാ. നല്ല മഴയാണ് ഗെയ്സ്. ചെരുപ്പ് അയച്ചിരേ നിലു. ഓന് ബോളേ വേണ്ടു. അങ്ങനെ ചിരി ഇപ്പം ഭയങ്കര ക്യൂട്ടാണാ. പൂക്കി ചിരിയാണ്. ഇതെടുത്ത് ബോള് കിട്ടിയോ. ബോളോ എല്ലാവിടെ പോയി ഓരോ ബോള്.
കളിച്ചോ, ബോള് തരായിട്ട് പറഞ്ഞു. കളിച്ചോ. അത് കളിച്ചോ. ഏട്ടൻ്റെ വെറുതെ ഒന്ന് കുറച്ച് കൊടുക്കടാ. ബോള് കുട്ടി അടിക്കാൻ കൊടുക്കേ. അത് സ്വീറ്റാണ്, സ്വീറ്റ്സ് ആണ്, നല്ല മധുരമുണ്ട്. നക്കി നോക്കിയിട്ടോ. അതും ഇത് കൊടുത്തോ, കുറച്ച് വലിയ കൊടുത്തോ, അതാകുമ്പോ കടിച്ചു എന്നോളൂ. ചെണ്ട വിദ്വാൻ ശാന്തേ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വന്നത് അമ്മേൻ്റെ തറവാട്ടിലേക്കാണ്. ഇവിടെ ആരും നിൽക്കുന്നില്ല, പക്ഷേ തറവാട് വീട് ഇപ്പോഴും ഇങ്ങനെ തന്നെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 80 വർഷം പഴക്കമുള്ളൊരു തറവാട് വീടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ പറയാനും അതിനുള്ളൊക്കെ കുറേ കാണാനുള്ളതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു ഹോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം കാണുന്നവരത് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാൻ, അല്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കും കൊടുക്കാം. കാണുന്നുള്ളവർ കാണുക, അടിപൊളിയാണ്. ഇത്രയും പഴക്കമുള്ള ഒരു 80 വർഷം തന്നെ ഭയങ്കര റെയർ ആണല്ലോ. അപ്പം അവിടെയും കയറി പിന്നെ നേരെ അമ്മയുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അതാ പോന്നു. ഹലോ 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 എന്നൊരു കാര്യം ചെയ്യ, കൗശിക്കിനെ കൂട്ടിക്കോ. നാളെ എന്തായാലും സ്കൂൾ ഉണ്ടാവില്ല. നമുക്ക് കലക്ടറെ വിളിച്ചിട്ട് പറയാ. പക്ഷേ ഇല്ല, നമ്മള് മഴയുണ്ടോ നോക്കിയില്ല, അവര് കാലാവസ്ഥ പറയുന്നതനുസരിച്ചില്ല. ഇതുകൊണ്ട് മൂടിക്കിട്ടും. റെഡ് അലേർട്ടാ. മഴ പെയ്യാത്ത നോക്കണ്ട. മെല്ലെ മോനെ വീഴല്ലേ. ഞാൻ കൗശിക്കിന് ആട്ടുകല്ല് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇത്രയും കാലം ഞാനിവിടെ ജീവിച്ചത് എനിക്ക് സാധനം അറിയില്ലല്ലോ. അതെടുത്തു വെക്കണം, കളയൊന്നും ചെയ്യണ്ട. അതല്ലോ വലിയ ആട്ടുകല്ല്. അതെ. ഹലോ വരുന്നില്ലേ? അത് ഒച്ചയാക്കാത്തോണ്ട് അതിന് ഓർമ്മയുണ്ടാവില്ല. പോണ്ടേ? അതെ. ബൈ. ഉമ്മ. എന്നാ പിന്നെ ശരി, നമുക്ക് ചലിച്ചാലോ. പോവാ. ശരി കഴിഞ്ഞു വാ. ശരി എന്നാ ചേച്ചി വരുന്നേ. ബൈ. ഇങ്ങോട്ടും എൻ്റെ മോള് പോവല്ലേ. ഒരു ഫോട്ടോ എടുക്കണം. ചീഫ് അങ്ങനെ. അയ്യോ നിലു, എൻ്റെ മോളെ പിടിക്കണേ. എടാ അങ്ങ് നോക്കിയടാ, മല നോക്കിയടാ, ഫോഗ് നോക്കിയ. ഫോഗ് കണ്ട, ഫോഗ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഇമോഷണൽ ഡാമേജ്. നീ ഏതാ ടീം? നീ പോർച്ചുഗലാ? നീ റൊണാൾഡോയുടെ ടീം പോർച്ചുഗല്. നീ പോർച്ചുഗല്, ഞാൻ ബ്രസീല്. എന്റെ അച്ഛൻ അർജന്റീന. അച്ഛൻ അർജന്റീന. മെസ്സിന്റെ അർജന്റീന. നീ ഏതാ? ഓന് പോനെ. സിയാസാനെ ക്രിസ്ത്യാനോ. എടാ എന്റെ അച്ഛൻ മെസ്സിന്റെ ആളാ. അത് നിന്റെ അച്ഛൻ മെസ്സി. പോകാം.
എടാ ഇങ്ങോട്ടേക്ക് 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 കൗശു ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ അപ്പുറത്തൂട്ട കയറിയാ മതിയായിരുന്നു എടാ ഓട്ടർമയുണ്ട് കേട്ടോ എന്റെ തലയിലല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ചാച്ചാ ഓ വലിയ മാമനോട് ചാച്ച പറയുന്നു അച്ഛനോട് ചാച്ച പറയാ ഉമ്മ കൊടുക്ക് കേറി അങ്ങോട്ട് കേറി കൗശി കേറിക്കോ ചോദിക്കണ്ട കേറിക്കോ അങ്ങനെ നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പുത്തൻ പുരയിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇതങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഇച്ചു നമ്മളോടെ വരാമെന്ന് പറഞ്ഞു. ഇച്ചുവിനെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ നിൽക്കാൻ പറ്റില്ല. ഋതു ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് വാശി പിടിക്കല. അപ്പോൾ വരുമ്പോൾ ഇതാ നിലയെല്ലാം ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.